ദ ഹിഡൻ ട്രൂത്ത് ഓഫ് ദ ട്രീ ഓഫ് ലൈഫ്. ജീവവൃക്ഷത്തിൻ്റെ രഹസ്യം പാർട്ട് 2 ആണിത്. കഴിഞ്ഞ ദിവസം ട്രീ ഓഫ് ലൈഫ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആദത്തിൻ്റെ കണ്ണ് തുറന്നു. പക്ഷെ ആദത്തിൻ്റെ കണ്ണ് തുറന്നത് പാപത്തിലേക്കും നഗ്നതയിലേക്കും മരണത്തിലേക്കുമാണ്. കാരണം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു. എന്നാൽ പുതിയ നിയമമായപ്പോൾ അത് മാറ്റിയെടുക്കാൻ യേശുക്രിസ്തു നമ്മുടെ പാപത്തെയും രോഗത്തെയും അനുസരണക്കേടിനെയും മറികടക്കാൻ വേണ്ടി തന്നെത്താനെ പാപവസ്തുവായി മാറുകയാണ്. യാഗവും യേശുക്രിസ്തുവായി മാറി. അതോടുകൂടി മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കുമ്പോഴെന്താ സംഭവിക്കുന്നത് വെച്ചാൽ യേശുവിൻ്റെ മരണം, അത് കഴിഞ്ഞുള്ള ഉയർപ്പെഴുന്നേൽപ്പ്, റിസറക്ഷൻ, അത് നമുക്ക് ജീവൻ, മരണത്തിൽ നിന്നുള്ള ജീവനും ആക്ച്വലി ഇറ്റ്സ് റീ ഓപ്പണിങ് വാട്ട് വി ലോസ്റ്റ് ഇൻ ദ ഗാർഡനിൽ നഷ്ടപ്പെട്ട് നമുക്ക് തിരിച്ചു തരികയാണ്. അപ്പോൾ ആഡം എയ്റ്റ് ദ ട്രീ ഓഫ് ദി നോളജ് ആൻഡ് ഹി ഡൈഡ്. ആഡം മരിച്ചുപോയി. ആത്മാവ് മരിക്കുന്ന കാര്യം ഈ പറയുന്നത്. വേദപുസ്തകത്തിൽ ജഡത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അല്ല സംസാരിക്കുന്നത്. വേദപുസ്തകം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ശക്തിയാണ്. ജഡം സെക്കൻഡറിയാണ്. അത് എന്നാൽ വി ഈറ്റ് ദ ബ്രെഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ലീവ്. ആഡം എയ്റ്റ് ദി tree of the good and bad and he died, whereas in Christ we eat the bread and we live. അപ്പോൾ മരണം ഒരിടത്ത് വന്ന് സംഭവിച്ച രണ്ടാമിടത്ത് യേശു, രണ്ടാം ആദം വന്ന് നമുക്ക് ജീവനെ തരികയാണ്. അപ്പം നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യ പാപം ചെയ്തത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. അതുകൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ കാണുമ്പോൾ ഗാർഡനറായിട്ട് അല്ലെങ്കിൽ തോട്ടക്കാരനായിട്ടാണ് കണ്ടത്. തോട്ടത്തിൽ വെച്ച് ആദം പാപം ചെയ്തു. ദൈവം തമ്പുരാൻ കടന്നു വന്നപ്പോൾ ആദം നഗ്നതമായിട്ടും ഭയം അല്ലെങ്കിൽ പേടിച്ചിട്ട് തന്നെത്താനെ ഒളിച്ചിരുന്നു എന്ന് പറയുന്നു. ഇവിടെ രണ്ടാം ആദമാവുന്ന ക്രിസ്തുവിനെ കണ്ട മഗ്ദലക്കാരത്തി മറിയ ദൈവത്തിനെ ഗാർഡനറായിട്ട് കാണുകയാണ്. ആദ്യ ആദത്തിൻ്റെ, അതായത് തോട്ടത്തിൽ കണ്ട അതേ പദവിയിൽ ഗാർഡനറായിട്ട് ദൈവത്തെ കണ്ടപ്പോൾ മഗ്ദലക്കാരത്തി വിചാരിക്കുന്നു സാധാരണ ഗാർഡനറാണെന്ന്. അവൻ ചോദിക്കുന്നു, അയ്യോ എൻ്റെ ഗുരുവിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്, എൻ്റെ ശരീരം എവിടെയാണ് വെച്ചിരിക്കുന്നത്, എന്നോട് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ മറിയ എന്നൊരു വിളി വിളിക്കുന്നു. മറിയ എന്നൊരു വിളിച്ചപ്പോഴത്തേക്ക് അന്തരാത്മാവ് തുറക്കുകയാണ്, ഹൃദയം അങ്ങ് തുറന്നു. ഉടനെ റബ്ബോനി അല്ലെങ്കിൽ ഗുരു എന്ന് വിളിച്ചിട്ട് മറിയയുടെ കണ്ണ് തുറന്ന് ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന ഗാർഡനർ തന്നെയാണ് യേശു മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി നിത്യജീവൻ്റെ ഉടമസ്ഥയായിട്ട് യേശുവിൽ നിന്നുള്ള ആത്മാവിനെ മഗ്ദലക്കാരത്തി പ്രാപിക്കുകയും ചെയ്യുകയാണ് ഇത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ആഡം ലോസ് ദ ഗാർഡൻ. ആദ്യം നമ്മുടെ വല്യപ്പനായ ആദ്യത്തെ ആദത്തിന് കൊടുത്ത ഏദൻ തോട്ടം പാപം ചെയ്തോടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. രണ്ടാം ആദം വന്നപ്പോഴത്തേക്ക് തോട്ടം തിരിച്ചു തന്നു. ഇച്ചിരി ഡീപ്പല്ലേ. തോട്ടം നഷ്ടപ്പെട്ട, ഏദൻ തോട്ടം നഷ്ടപ്പെട്ട് രണ്ടാമത് തിരിച്ചു എന്ന് പറയും. നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ദൈവം തോട്ടം തിരിച്ചു തന്നെന്ന്. ദൈവം തോട്ടം തിരിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോർഡ്സ് പ്രേയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാപ്പെടണമേ, നിൻ്റെ രാജ്യം വരയണമേ, നിൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. നിൻ്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഏൽപ്പിച്ച വ്യക്തികൾ നമ്മളാണ്. അതിനിപ്പം ദൂതന്മാരല്ല ചെയ്യേണ്ടത്, നമ്മളാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇത്ര ഉത്തരവാദിത്വം ഉള്ളവർ എങ്ങനെയാണ് നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ചെറുപ്പത്തിലുള്ള പിള്ളേർക്ക് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫാമിലി വെക്കണം, കുഞ്ഞുമക്കളെ വളർത്തണം. പക്ഷെ പ്രായമായ 60 വയസ്സ് കഴിഞ്ഞ് മൂപ്പരുള്ളവരുണ്ട്, പ്രായമുള്ളവരില്ല, മൂപ്പന്മാരെന്ന് പറയാമല്ലോ. അവർക്കാണ് ഈ ചുമതല വെച്ചിരിക്കുന്നത്. അവർ ഈ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ വലിയ രാജ്യങ്ങളിലൊക്കെ പണ്ടും ഇപ്പോഴും പ്രായം ചെന്നവരാണ് പ്രസിഡൻ്റൊക്കെ ആവുന്നത്. കാരണം പക്വത വന്നവർ. അത് നമ്മൾ ചെറുപ്പക്കാർ വേണമെന്ന് വിളിച്ചു പോകുമ്പോൾ പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ കയറിയാൽ കുറേ ബഹളം കാണിക്കും. പക്ഷേ ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ്. നമുക്ക് വിസ്ഡമുള്ളവരെ വേണ്ടി, ജ്ഞാനമുള്ളവർ. അപ്പം ഗാഡ് ഈസ് റിട്ടേൺ ടു അസ് ബൈ ദ സെക്കൻഡ് ആഡം. ഹൂ ഇസ് ദ സെക്കൻഡ് ആഡം? ജീസസ് ക്രൈസ്റ്റ്. അപ്പം ഗോഡ് ഈസ് അൺവെയിലിംഗ്. എല്ലാം എനിക്ക് തിരിച്ചു തന്നു, എല്ലാം നമുക്ക് തിരിച്ചു തന്നു. തിരിച്ചു തന്നെന്ന് പറയുമ്പോൾ എന്തുവാ അർത്ഥം? എനിക്കെല്ലാം തിരിച്ച് കിട്ടി. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ദ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ കിട്ടി നമുക്ക്. അതായത് റിസ്റ്റോർ ചെയ്യുമ്പം പിന്നെ നമ്മുടെ പ്ലസ് മൈനസ് അല്ല നോക്കുന്നത്, കൃപയിൽ. ആ കൃപാ നദിക്കകത്ത് ഞാനും എൻ്റെ കുടുംബവും നമ്മുടെ വേണ്ടപ്പെട്ടവരും പ്രാർത്ഥിക്കപ്പെട്ടവരും എല്ലാം ഈ ജീവനകത്ത് വന്നു കഴിഞ്ഞു. അതെന്തൊരു മാർവലസ് ഗിഫ്റ്റല്ലേ. അപ്പം വൺ ഈസ് ദ ഗ്രേസ് ഈസ് റെസ്റ്റോറേഷൻ,
ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് റിസ്റ്റോർഡ്. നമുക്കിപ്പോൾ ഭൂമിയിൽ പെന്തക്കോസ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയായിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ നിമിഷത്തിൽ ഫ്രാക്ഷന് നമ്മുടെ ഉള്ളിലുണ്ട്, മാറുന്നില്ല. ചോദിക്കുന്നതിന് മുൻപേ ഉത്തരം. അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ വായിൽ നിന്ന് ഒരു വചനം വരുന്നതിന് മുൻപേ ഞാൻ ഉത്തരം തന്നിരിക്കുന്നു. ദൈവം പറയാണ് മൂന്നാമത്തെ, ദ ഹോളി സ്പിരിറ്റ് ഈസ് റെസ്റ്റോറേഷൻ. ആദ്യത്തിൽ നഷ്ടപ്പെട്ട, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതായ ജീവനെ പരിശുദ്ധാത്മാവ് തിരിച്ചു തരുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയാണ്. പിന്നെന്തോ, റൈച്ചസ്നെസ് ഈസ് റെസ്റ്റോറേഷൻ. നീതീകരിക്കപ്പെട്ടു, എന്നെ ദൈവത്തിൻ്റെ പൊന്നു മകളായിട്ട് നീതീകരിക്കുക. അതൊന്നും ചെറിയ കാര്യമല്ല. പിന്നെ വി ലിവ് ഇൻ കോൺഷ്യസ്നെസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ നല്ല ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണ്. ഈ 5 കാര്യങ്ങളും പുതിയ നിയമത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ വെയിൽ ചേറിയത്, അതായത് പള്ളിയിൽ ആലയത്തിനകത്തുണ്ടായിരുന്ന കേട്ടൻ രണ്ടായിട്ട് അങ്ങോട്ട് മുറിച്ച് മേളിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് നിത്യമായ ജീവൻ്റെ വാതിലാണ്. യു ഹാവ് ടു ഗോ ദെയർ. കൃപയിലേക്ക് നമ്മളെങ്ങ് കയറ്റുക. പിന്നെ ഒന്നും എൻ്റെ നന്മയോ അല്ലെങ്കിൽ മറ്റേ നന്മയോ ഒന്നും അല്ല നോക്കുന്നത്, ഒരാളുടെ നന്മ. സെക്കൻഡ് ആഡമാവുന്ന ക്രിസ്തുവിൻ്റെ, ആ ക്രിസ്തുവിൽ ഒരു ഓപ്ഷൻ എനിക്ക് തരികയാണ്, ടു ബി അഡോപ്റ്റഡ് ബൈ ഹിം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1:12 പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ മക്കളാകുവാനുള്ള അധികാരം തന്നിരിക്കുകയാണ്. മക്കളാകണമെന്നുള്ള ചോയ്സ് ഞാൻ എടുക്കണം. എനിക്ക് നിൻ്റെ പിതൃത്വം എനിക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദാഹം എനിക്ക് ഇട്ട് തരണം. ഐ കനോട്ട് ലീവ് വിത്തൗട്ട് യു, ഐ നീഡ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 2 ട്രീ ഉണ്ട്. ഒന്ന് നന്മ തിന്മയുടെ വൃക്ഷം ഇവിടെ നിൽക്കുന്നു, ഇങ്ങപ്പുറത്ത് ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നു. നമ്മൾ ഈ ഇടതുവശത്ത് നിൽക്കുന്നതാണ് എല്ലാം നേടിയെടുക്കുന്നത്. പണം ഉണ്ടാക്കണം, ലോകത്തിലേക്കും മറ്റു പണം എനിക്കുണ്ട്, ലോകത്തിലേക്കും വില കൂടിയ കാർ എനിക്കുണ്ട്, ഞാൻ ജീവിക്കുന്ന സ്റ്റൈല് വ്യത്യാസമുണ്ട്, ഞാൻ വലിയ ആളാന്നൊക്കെ തോന്നിപ്പിക്കുന്ന എല്ലാം ഇവിടെയാണ്. എന്നാൽ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ജീവവൃക്ഷത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ക്രിസ്തുവാണ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ കണ്ണ് സ്വർഗത്തിലാണ്, ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ തുടങ്ങും. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും ലോകത്തിലുള്ളത് നമുക്ക് ദൈവം തരും. ബിക്കോസ് ദൈവം പറയുന്നുണ്ട്, സീക്ക് ye first the kingdom of God and all these things shall be added unto you. ആദ്യമേ ദൈവത്തെ അന്വേഷിക്കും, ഇതെല്ലാം തരുമെന്ന്. എപ്പോഴാണ്? ഇവിടെ വന്ന് നിൽക്കാൻ പഠിക്കണം. എത്ര പേര് ചെയ്യും? ഞാൻ പറഞ്ഞ പ്രായമുള്ളവർ പോലും മരിക്കാൻ സമയത്ത് പോലും ആത്മാവ് തേങ്ങുന്നത് ഞാൻ കാണാറുണ്ട്. എന്ത് ചെയ്താൽ മരിക്കൂല. എത്ര ഭവനങ്ങളിൽ പുത്തൻകാവിലൊക്കെ വെച്ച് ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവിടെയുള്ള ഫ്രണ്ട്സ് പറയും, ആൻറ്റി ഈ വീട്ടിലൊന്ന് കയറി പ്രാർത്ഥിക്കുക, അവിടുത്തെ ആ വല്യമ്മച്ചി വർഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, മരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കയറി ചെന്ന്, കാരണം അവരൊന്നും ഇവിടെ പ്രാർത്ഥനാ കൂട്ടക്കാരല്ലേ ചോദിക്കുന്നത്, നാട്ടിൽ ചെങ്ങന്നൂർ പോകുന്ന ആരെയായി പറയുന്നത്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ജീവൻ അല്പമേ ഉള്ളെങ്കിലും മരിക്കാതെ കിടക്കും. അപ്പോൾ ഞാനത് ഒരു പ്രാർത്ഥന പഠിച്ചിട്ട് ഞാൻ അവരോട് പറയും, ഇവരുടെ ആത്മാവ് ദൈവത്തോട് ചേർന്നിട്ടില്ല, ഒരിക്കലും ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്നെത്താനെ കുറേ നല്ല പേര് കിട്ടിയിട്ടുണ്ടെന്ന് ഒരു ഗുണമില്ല, ഇവർ മരിക്കൂല. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്യുക, ഇവരുടെ ആത്മാവിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നല്ല വിശ്വാസത്തിൻ്റെ പാട്ടുകൾ ഇവർക്ക് ഇട്ടുകൊടുക്കുക. ചെറിയ ശബ്ദത്തിൽ മതി, അവർ കേട്ടാൽ മതി. ക്രമേണ അങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ 1-2 ആഴ്ചയ്ക്ക് അവർ മരിക്കും. കാരണം എന്താ? ആത്മാവ് ദൈവത്തോട് ചേരുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. എത്ര പേര് കേൾക്കുന്നുണ്ട്? അപ്പം നമുക്ക് കൃപ കിട്ടി, സ്വർഗരാജ്യത്തിൻ്റെ അംഗങ്ങളായി മാറി, പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടി, ദൈവത്തിൻ്റെ നീതീകരണം ലഭിച്ചു, പിന്നെ യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധത്തോടെ ജീവിക്കുക. ഈ ഒരു വെളിപ്പാട്, ഇത് അന്തരാത്മാവിലുള്ള ഒരു ദൃഢതയാണ്. അത് വരുമ്പോഴുണ്ടല്ലോ, ഞാനൊരു വലിയൊരു പാറ പോലെ ഉറച്ച പാറയിൽ നിൽക്കുന്ന ബലമാണ്. എൻ്റെ വ്യക്തിത്വത്തിന് വ്യത്യാസമില്ല. ഞാനിപ്പോഴും 5 അടി 4 ഇഞ്ചാണ്, അല്ലെ 5 അടി 5, അല്ലെ 5 അടി 8, എന്തെങ്കിലും ആട്ടെ. ആ ഒരു ഹൈറ്റിനൊന്നും വ്യത്യാസം വന്നിട്ടില്ല, പുറത്തെ അപ്പിയറൻസ് വ്യത്യാസം വന്നില്ല. ബട്ട് ഇൻസൈഡ് മീ ഐ ഹാവ് ചേഞ്ച്ഡ്. ഇൻസൈഡ് യു എവ്രി വൺ ഹൂ ഹിയേഴ്സ് ദ വേർഡ് ഷുഡ് ചേഞ്ച്. മാറ്റം വരുത്തിയൊക്കത്തുള്ളൂ. അപ്പം കർത്താവിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത്, ജീസസ് വോക്ക്ഡ് ബിസൈഡ് ദ ഡിസൈപ്പിൾസ്. ഇത് എമ്മോസിലേക്ക് പോകുമ്പോൾ കർത്താവ് ഇവരുടെ കൂടെ നടക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് 2 ശിഷ്യന്മാർ എമ്മോസിലേക്ക് പോകുന്ന യേശു അവരുടെ കൂടെ നടക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇവർ നടക്കുമ്പോൾ ഇവരുടെ കൂടെ നടന്ന് ഇവരുടെ മുഖം ഒത്തിരി വാടിയിരിക്കുന്നു. അപ്പോൾ യേശു ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ മുഖം ഇത്ര വാടിയിരിക്കുന്നത്? അപ്പോൾ നീ ഒരുവൻ മാത്രമേ ഉള്ളൂ ഇത് അറിയാത്തത്.
നസ്രയനായ യേശുവിനെക്കുറിച്ച് നീ അറിഞ്ഞില്ലേ? ഞങ്ങൾ വിചാരിച്ച് എത്രയോ നല്ലൊരു പ്രോഫറ്റാണ് ഇദ്ദേഹം, ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നതാണ്, ഞങ്ങൾ യേശുവിൽ ആശ്രയിച്ച് സന്തോഷിക്കാൻ ജീവൻ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താ ഇവരെല്ലാവരും കൂടെ യേശുവിനെ കൊന്നു കളഞ്ഞു. അപ്പോൾ യേശു എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഒന്നും ഇവർക്കറിയാവുന്ന എല്ലാം പരീക്ഷിച്ച് അന്വേഷിച്ച് അറിയുകയാണ് എത്രമാത്രം ഈ യേശുവിനെക്കുറിച്ച് അറിയാമെന്ന്. സന്ധ്യ ആയപ്പോഴത്തേക്ക് യേശു മുൻപോട്ട് പോകാൻ നേരത്തെ ഇവർ ചോദിക്കുന്നു, ഞങ്ങളുടെ കൂടെ താമസിക്കരുത്. അങ്ങനെ അവരുടെ കൂടെ താമസിക്കുന്നു. താമസിച്ച് കഴിഞ്ഞ് കർത്താവ് അപ്പം എടുത്ത് നുറുക്കി എന്നാണ് പറയുന്നത്. അപ്പം എടുത്ത് നുറുക്കിയപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നു. അവർക്ക് മനസ്സിലായി ഇത് യേശുവാണെന്ന്. പിന്നെ ഒരു ചോദ്യമില്ല. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ എം ട്രൈയിങ് ടു ഡു. ജീവവൃക്ഷത്തിൻ്റെ തണലിൽ വന്ന് ജീവൻ്റെ ഫലം കഴിക്കുമ്പോൾ നിൻ്റെ അന്തരാത്മാവിൻ്റെ കണ്ണ് തുറക്കുമ്പം വേറെ ആരും പറഞ്ഞു തരണ്ട. ഒരുത്തരുടെ ഉപദേശം അന്നേരം എനിക്കറിയാം ഞാൻ ആരെയെന്ന്. അത് എത്ര പേർക്കറിയാം? എത്ര പേര് ഇത് അറിയാൻ ആഗ്രഹിക്കുന്നു? അതുകൊണ്ടാണ് ഇച്ഛ കൊടുക്കണം. ദൈവമേ, നിന്നെ അറിയാനുള്ള ആഗ്രഹം അവർക്ക് ഇട്ട് കൊടുക്കണമേ. അപ്പം നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു വൈദ്യനോ അല്ലെങ്കിൽ ഒരു തിരുമേനിയോ വരികയാണെങ്കിൽ ആ വീട്ടിലൊരു എക്സൈറ്റ്മെൻറ്റാണ്. വീടെല്ലാം വൃത്തിയാക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, അവരുടെ കൂടെ വരുന്നൊരു. അപ്പോൾ നമുക്കൊരു ബോധം വരുന്നു ആരോ വലിയ ആളാണ് ഈ കയറി വരാൻ പോകുന്നത്, ഇല്ലേ? അതല്ല അവർ വേട വന്നേച്ച് പോട്ടെന്നാണെങ്കിലും നമ്മളതിന് അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ പ്രാധാന്യം. ക്രിസ്തുവാണ് എൻ്റെ ഭവനത്തിൽ കയറി വരുന്നത് എങ്കിൽ എൻ്റെ വീടും പരിസരവും വൃത്തിയാക്കി അപ്പോൾ ഇവിടെ എല്ലാം വന്ന് എപ്പോൾ വന്നാലും എങ്ങനെ വന്നാലും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് മാറാതെ നിൽക്കും. എത്രമാത്രം ഞാൻ ദൈവത്തെ മാനിക്കുന്നു, അതായത് ജീവവൃക്ഷമാണ്, ക്രിസ്തുവിനെ മാനിക്കുന്നു, അത്രമാത്രം ജീവൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തോട്ടേ വന്നുകൊണ്ടേയിരിക്കും. എത്ര പേർക്കറിയാം? എത്ര പേര്? അത് റെവലേഷനാണ്, വെളിപ്പാട്. അതായത് എൻ്റെ കണ്ണിൻ്റെ അന്ധത മാറ്റി വെച്ച് പുതിയ സത്യങ്ങളെ, അത് ദൈവത്തിൻ്റെ ആത്മീയ സത്യങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പം ഗോഡ് ഈസ് അൺവെയിലിംഗ് എ ന്യൂ ക്രിയേഷൻ. അപ്പം നമ്മൾ ഈ റിലിജിയൻ എന്നൊക്കെ പറയുമ്പോൾ റിലിജിയൻ ടീച്ചസ് പീപ്പിൾ ബേസ്ഡ് ഓൺ അവർ ഫെയിലിയർ. അത് നമ്മൾ തെറ്റിപ്പോയവരാണ്, പാപിയാണ്, മഹാപാപിയാണ്, അതാണ് റിലിജിയൻ പഠിപ്പിക്കുന്നത്. എന്നാൽ ആത്മാവ് പഠിപ്പിക്കുമ്പം വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മ പറയുന്നുണ്ട്, 1 യോഹന്നാൻ്റെ 2:27 പറയുന്നുണ്ട്, ഞാൻ ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ ആരും വേണ്ട, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന്. ഞാൻ പുറകോട്ട് പോയിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസിൻ്റെ 24 എമ്മൗസിലോട്ട് പോകുന്ന ഭാഗം നമുക്ക് വീട്ടിലിരുന്ന് വായിക്കാവുന്നതാണ്. ദൈവം അവരോട് പറയുന്നുണ്ട്, അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു, അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്തു, അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷൻ, അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അപ്രത്യക്ഷനായി. കാരണം ദ റെവലേഷൻ ഈസ് ഹാപ്പൻഡ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്നിട്ട്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. എന്താണ് ക്രിസ്തു വരുമ്പോൾ സംഭവിക്കുന്നത്? എൻ്റെ ഹൃദയം കത്തും. എത്ര പേരുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു? കെട്ടിരിക്കുന്നു. വിളക്ക് കത്തിയത് കെടാൻ അനുവദിക്കില്ല. ഇന്നലത്തെ എണ്ണ കൊണ്ട് ഇന്നത്തെ വിളക്ക് കത്തൂല. ഇന്നലത്തെ മന്ന ഇന്ന് പോരാ. അതുകൊണ്ടാണ് ദിനം പ്രതി കൊടുത്തുകൊണ്ടിരിക്കാൻ പറയുന്നത്. ദൈവത്തിൻ്റെ ഭക്ഷണം നമ്മൾ ജഡീക ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ശക്തി പ്രാപിച്ചിട്ട്, അതുകൊണ്ടാണ് ശക്തി പ്രാപിക്കാൻ യെരുശലേമിൽ തന്നെ ഇരുന്ന്, ശക്തി പ്രാപിക്കണമെങ്കിൽ വചനത്തിലിരിക്കണം. ദൈവവചനം എടുത്ത് ഉരുവിടുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ബലം വരും. പരിശുദ്ധാത്മാവിന് ശക്തി വരുമ്പം യേശുക്രിസ്തുവിൻ്റെ ബലത്തെയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മ ഒരിക്കലും തന്നെത്താനെ വലുതായിട്ട് കാണിക്കില്ല. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്താലും ക്രിസ്തുവിന് മഹത്വം കൊടുക്കുകയാണ്. അതാണ് ഒരു ഭാര്യ ഒരിക്കലും ഞാൻ ചെയ്തു എൻ്റെ മിടുക്ക് എന്ന് പറയരുത്. ഭാര്യ എപ്പോഴും ഭർത്താവിൻ്റെ തണലിൽ നിന്ന് പറയാനുള്ള കൃപ കിട്ടണം. ഭാര്യയ്ക്ക് കഴിവ് വേറെ കാണും, അത് വേറെ കാര്യം. പക്ഷെ ഭാര്യ നിൽക്കുന്നത് ഭർത്താവിൻ്റെ തണലിലാണെന്നുള്ള ബോധം അവനവനുണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. നമ്മൾ ഭാര്യയും ഭർത്താവും രണ്ടല്ല, അവരൊന്ന് രണ്ടൊരു ഒന്നായിട്ടാണ് ദൈവം കാണുന്നത്. ആ ഒരു കാഴ്ച കറക്റ്റായെങ്കിലേ കുടുംബം ശരിയാകത്തുള്ളൂ. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളോട് പറയുകയാണ്, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതായ ദൈവീക സാന്നിധ്യം 2-ാം ആദത്തിൽ കൂടെ നമുക്ക് ലഭിച്ചതിന് വില കൊടുക്കണം. ഇവിടെ ജീവവൃക്ഷത്തിൻ്റെ തണലിൽ നിന്ന് ജീവിപ്പാൻ നമ്മളെയും നമ്മുടെ തലമുറകളെയും ദൈവം പഠിപ്പിക്കട്ടെ.
പ്രാർത്ഥിക്കുക. അതിപരിശുദ്ധൻ അതിപരിശുദ്ധൻ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഉന്നതങ്ങളിൽ ഉന്നതിയിലിരിക്കുന്ന ദൈവത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥാ, നിൻ്റെ മഹത്വം ഒന്ന് വർദ്ധിക്കുക. നിൻ്റെ മഹത്വം ആയ സ്ഥിതിയിലൊന്ന് പറഞ്ഞു പിടിപ്പിക്കാനുള്ള കൃപ തരണം. നിൻ്റെ ഗ്ലോറി ഈ ഭൂമി മുഴുവനും പടർന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വസിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു യുഗം ചർച്ചിൻ്റെ ഒരു കൃപായുഗമാണ്. ഈ യുഗത്തിൽ ഞങ്ങൾ നിന്നെ കാണാൻ ഞങ്ങൾക്കുള്ളവരെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, പ്രാർത്ഥിക്കുന്നവർ എല്ലാവരും ഈ ജീവവെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ്. ജീവവെള്ളത്തിനകത്തോട്ട് തള്ളിയിടുക. ആ വെള്ളത്തിനകത്ത് ജീവിക്കട്ടെ, വളരട്ടെ. നിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. നന്മയുടെ ഉറവിടമായ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക വാഞ്ചിട്ട് കൊടുക്കണം. കർത്താവേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവേ എങ്ങനെ എൻ്റെ ചിറകിൻ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെ നീ ഇന്നുവരെയും ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും സൂക്ഷിച്ചല്ലോ. എന്നാൽ അവരുടെ കണ്ണൊന്ന് തുറന്നിട്ട് ആരുടെ തണലിലാണ് അവർ വസിക്കുന്നതെന്ന് ബോധ്യം വന്നിട്ട് നിന്നോടുള്ള സ്നേഹം വർദ്ധിക്കണം. അപ്പിച്ച കർത്താവെ, നിന്നെ വ്യസനിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ, ഒരു സാഹചര്യവും അവരുടെ ജീവിത മുമ്പിൽ വരരുത്. അത് കൊട്ടി അടച്ചു മാറ്റണം, വേലി കെട്ടി കൊടുക്കണം. നീ അവരെ ആത്മാവിൽ നിയോഗിച്ചതാണെങ്കിൽ ദൈവത്തിന് വേണ്ടി വിശ്വസ്തത ജീവിതം ജീവിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരട്ടെ. പ്രാർത്ഥനയായിട്ട് ഞങ്ങളെയും തലമുറകളെ അനുഗ്രഹിച്ചതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.